ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെല്ലാവരും കാണണം, ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷനിലും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കിട്ടും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചെമ്മീൻ റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാരണ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര് അല്ലെങ്കിൽ വിനാഗിരി ഏതെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചേർക്കാം. അത് ആ ഉളുമ്പോണൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടിത് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. എല്ലാ ചെമ്മീനിലും ഇതൊരുപോലെ തന്നെ മിക്സ് ആവാനായിട്ട് പിടിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെക്കണം നിർബന്ധമില്ല. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ ആദ്യമായിട്ട് ഞാനൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തു ആദ്യമേ തന്നെ. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴേക്കും ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ അതൊന്ന് ശരിക്കും നല്ലോണം വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 കപ്പ് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 1.5 കപ്പ് സവോള ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. ഇവിടെ 2 മീഡിയം സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് 1.5 കപ്പോളം വരും. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴന്ന് വരാൻ ശ്രദ്ധിക്കണം, കാരണം എന്നാലാണ് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ശരിക്കും ഇറങ്ങുള്ളൂ. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ശരിക്കും വഴറ്റാനായിട്ട്, അല്ലെങ്കിൽ സവോള കരിഞ്ഞു പോകും, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വഴന്ന് കിട്ടില്ല. ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് ഒരു മീഡിയം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിക്കണം. തക്കാളി ശരിക്കും വഴന്നു വരണം. തക്കാളി ഇപ്പോൾ ക്യൂബ്സ് പോലെ കിടക്കുന്നത് ഇത് ശരിക്കും പേസ്റ്റ് പോലെ ആയിട്ട് വരണം, അല്ലെങ്കിൽ ഇത് ആ ഒരു കറിക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 2 മിനിറ്റോളം തക്കാളി ഒന്ന് വഴറ്റിയിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഇതെന്തായാലും ചേർക്കണം, ഇതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് ടിപ്പ്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതായിപ്പോൾ ഇവിടെ നമ്മുടെ ഈ കറി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/4 ടേബിൾ സ്പൂൺ ആണെങ്കിലും മതി. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ തണുപ്പ് വിട്ടതിന് ശേഷം മാത്രമേ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. തണുപ്പോടെ ചേർത്ത് കൊടുക്കരുത്. തണുപ്പ് നന്നായിട്ട് വിട്ടതിന് ശേഷം റൂം ടെമ്പറേച്ചറിലായിരിക്കുന്ന സമയത്താണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാല, ഈ നമ്മളുണ്ടാക്കിയ മസാല എല്ലാ ചെമ്മീനിലും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഗരം മസാല നിങ്ങൾ വീട്ടിലുണ്ടാക്കിയതാണ്, വറുത്ത് പൊടിച്ചുണ്ടാക്കിയതാണെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ടാണ് ആദ്യമേ ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ ഇതൊന്ന് നന്നായിട്ടൊന്നിങ്ങനെ പതുക്കി വെക്കണം. ഈ ചെമ്മീനിനകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കരുത്. ചെമ്മീനിനകത്ത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ആണല്ലോ ചെയ്യുന്നത്, ചെമ്മീനിലുള്ള വെള്ളവും ഇറങ്ങും. അപ്പോൾ അതുപോലെ ഒന്ന് പതുക്കി ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഒരു 2 മിനിറ്റ് ആയി കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തുറന്ന് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ, അല്ലെങ്കിൽ മസാല എല്ലാ ഭാഗത്തും ഒരുപോലെ വെന്ത് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില, ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നാടൻ കറികൾക്കൊക്കെ കറിവേപ്പില എന്ന് പറയുന്ന ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും അതുപോലെ തന്നെ പതുക്കി വെച്ചിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് 2 മിനിറ്റ് കഴിയുമ്പം ഞാൻ വീണ്ടും തുറന്നു
രണ്ടൊന്ന് ഇളക്കി കൊടുത്തു. നമ്മുടെ ചെമ്മീൻ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ടാട്ടോ ചെയ്യുന്നത്, സിമ്മറിലിട്ടല്ല, മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഏകദേശം വെന്ത് വന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 മിനിറ്റോളം ഞാൻ തുറന്ന് വെച്ചൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നില്ല. അപ്പം ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പം ഞാനൊരു 1/4 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും ചേർത്തിട്ട് ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് വേണ്ടി ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തു. അതിലേക്ക് ഞാൻ ചെമ്മീൻ റോസ്റ്റ് മാറ്റുകയാണ്. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സിമ്പിളായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. പിള്ളേർക്കാണേലും വലിയവർക്കാണേലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് എൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു.